ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതുപുത്തൻ വീഡിയോയിൽ സ്വാഗതം. ഞാൻ അത് നിങ്ങൾ കാണുന്ന അപ്പുട്ടൻസ് വ്ളോഗ് എന്ന് പറയുന്ന ചാനലാണ്. സോ ഇന്ന് നമ്മൾ വന്നേക്കുന്നത് മാർവൽ ഫ്യൂച്ചർ ഫൈറ്റ് എന്ന് പറയുന്ന ഗെയിമിൻ്റെ സെക്കൻഡ് പാർട്ടുമായിട്ടാണ്. സോ കഴിഞ്ഞ പാർട്ടിന് വ്യൂസ് ഉള്ളത് കൊണ്ട് തന്നെ ഞാൻ സെക്കൻഡ് പാർട്ട് ഇറക്കുവാണ്. സോ ഇതിനും വ്യൂസ് കിട്ടിയാൽ നെക്സ്റ്റ് പാർട്ട് വരും, അതിനും വ്യൂസ് കിട്ടിയാൽ നെക്സ്റ്റ് പാർട്ട്, അങ്ങനെ പോകുന്നതായിരിക്കും. സോ വ്യൂസ് ഇല്ലെങ്കിൽ അടുത്ത പാർട്ട് വരുന്നതല്ല. സോ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യുക, എല്ലാം ചെയ്തേക്കുക. അപ്പോൾ കൂടുതൽ സമയം വേസ്റ്റ് ചെയ്യാതെ നമുക്ക് നേരെ വീഡിയോ ഇട്ട് പോകാം. അപ്പോൾ ഗൈസ്, നമ്മുടെ ഗെയിം തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം എവിടെയാണ് നിർത്തിയത് അവിടെ നിന്നാണ് പറയുന്നത്. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ വിഷിനെ തോപ്പിച്ചിട്ട് അവനെ ക്വസ്റ്റ്യൻ ചെയ്യുമായിരുന്നു. അപ്പോൾ അതിൻ്റെ ബാക്കിയാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. സോ നിങ്ങൾക്ക് ഇവിടെ കാണാം, നമ്മൾ അവനെ ക്വസ്റ്റ്യൻ ചെയ്തത് ഹി മേ ബി ഫേ. അപ്പം അതെല്ലാം ഒരു ഇമാജിനറി ഒരു മറ്റേ ഹോളോഗ്രാം പോലത്തെ ഒരു സംഭവമാണ്. അങ്ങനെയാണ് ഇത് ഫേക്ക് ആയിട്ട് വരുന്നത്. അപ്പോൾ നമ്മളിനി അടുത്ത മിഷനിലോട്ട് പോവുകയാണ്. അടുത്ത മിഷൻ നമുക്കിവിടെ സെലക്ട് ചെയ്യാൻ ഡൈമെൻഷണൽ ക്ലാഷാണ് നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് കഴിയുമ്പോൾ നമ്മൾ അടുത്തതിലോട്ട് പോകും. അങ്ങനെ പല പല മിഷൻസ് ഉണ്ട് ഇതിനകത്ത്. ഇപ്പോൾ സ്റ്റോറിയിലാണ് നമ്മൾ കളിക്കുന്നത്, നിങ്ങൾക്കിവിടെ കാണാം. അപ്പോൾ നമുക്കറിയാം, ഇതാണ് ഞാൻ, നമ്മുടെ ക്യാരക്ടർ. നമ്മളിനി അടുത്ത മിഷനിലോട്ട് പോവാണ്. നമുക്കിനി സ്റ്റാർട്ട് ചെയ്യണം. എൻ്റെ റിസൾട്ട്സ് നിങ്ങൾക്കിവിടെ കാണാം. ഈ കോൺസർവേഷൻ ഞാൻ അങ്ങനെ എടുത്ത് പറയുന്നില്ല, നിങ്ങൾക്കത് വായിച്ച് നോക്കാം. അപ്പോൾ ഒരു റിസർച്ചർ മിസ്സിംഗ് ആണ്, ജെമ്മ സിമൺസ്. ജെമ്മ എന്ന് പറയുന്ന ഒരു റിസർച്ചർ നമ്മുടെ ഈ സ്റ്റാർക്ക് ഇൻഡസ്ട്രിയിൽ നിന്ന് മിസ്സിംഗ് ആയിട്ടുണ്ട്. സോ അതിന് നമ്മൾ അവരെ തപ്പിപ്പോവാണ്. അപ്പോൾ അൾട്രോണുമായിട്ട് എന്തോ അവരുമായിട്ട് കണക്ഷൻ ഉണ്ട്. സോ അവരെ എന്തോ കിഡ്നാപ്പ് ചെയ്തേക്കുവാണ്. അപ്പോൾ അവരെ രക്ഷിക്കാനാണ് നമ്മൾ പോകുന്നത്. സ്റ്റോറി മനസ്സിലാവുന്നുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഇപ്പോൾ നമ്മൾ സ്റ്റോറിയിലാണ് കളിക്കുന്നത്, അതുകൊണ്ടാണ് ഇപ്പോൾ ഇങ്ങനെ ഈ കോൺവെർസേഷൻ അത് നിങ്ങൾക്ക് വായിച്ച് നോക്കിയാൽ മതി. സോ നമുക്കിനി ആ ഒരു റിസർച്ചറിനെ തപ്പാൻ പോകണം. നിങ്ങൾക്കിവിടെ കാണാം. ഓക്കെ, ലാബ് ഇൻസൈഡ് സ്റ്റാർക്ക് ടവർ. അപ്പോൾ ഇത് ഇൻസൈഡാണ്, പക്ഷേ ഇത് ഔട്ട്സൈഡായിട്ട് എനിക്ക് തോന്നുന്നത്. സോ ഇതിവിടെ ഫൈറ്റ് ഉണ്ട്. ഈ ഫൈറ്റൊക്കെ വേറെ ലെവലാണ്. ആ ഒരു സൗണ്ട് എഫക്റ്റും പിന്നെ ഇതിൻ്റെ ഒരു ഗ്രാഫിക്സും ഒക്കെ കൂട്ടി നോക്കുമ്പോൾ ഭയങ്കര ഒരു എഫക്റ്റായിട്ട് കിട്ടും. ഇനി ഈ ഫൈറ്റ് കഴിഞ്ഞിട്ടാണ് നമ്മൾ ആ ഒരു റിസർച്ചിനെ തപ്പാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു ഓരോന്നും നമ്മുടെ ഈ അസിസ്റ്റൻസ് ആണ്, അൾട്രോൺ ആണ് ഇതുവരെ എല്ലാവരും വിടുന്നത്. സോ ഇനി നമുക്ക് അൾട്രോണുമായിട്ടൊരു ബാറ്റിലുണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ആ റിസർച്ചിനെ തപ്പാൻ പോകും. ഞാനിത് സ്പീഡിലാണ് ഇത് ഗെയിം പ്ലേ കൊണ്ടുപോകുന്നത്. ബിക്കോസ് കുറച്ച് സ്പീഡിലാണ് പോകുന്നത്. അപ്പോൾ നമ്മൾ അയൺമാനായിട്ട് കളിക്കാം, ബ്ലാക്ക് വുഡായിട്ട് കളിക്കാം, ക്യാപ്റ്റൻ അമേരിക്ക ആയിട്ട് കളിക്കാം. 3 പേരാണ് ഇപ്പോൾ ഉള്ളത് നമ്മുടെ കൂടെ. നിങ്ങൾക്ക് ഇത് വായിച്ച് നോക്കിയാൽ മതി, ഞാനത് എടുത്ത് പറയുന്നില്ല. അപ്പോൾ നമുക്കിനി ആ ഒരു റിസർച്ചിനെ തപ്പാനാണ് നമ്മൾ പോകുന്നത്. നിങ്ങൾക്ക് ഇവിടെ കാണാൻ നമ്മൾ ആ ഒരു ലൊക്കേഷൻ കൺഫേം ആണ്. അപ്പോൾ ഇവിടെ തന്നെ ഉണ്ടെന്നാണ് പറയുന്നത്. ഓക്കെ, ഇത് അൾട്രോണിൻ്റെ കാര്യമാണ് പറയുന്നത്. ഓക്കെ, അൾട്രോണെ ഫസ്റ്റ്, പിന്നെ ഒരു ഡോക്ടറിനെ രക്ഷിക്കാൻ പോകുമെന്നാണ് പറയുന്നത്. അപ്പോൾ ഫസ്റ്റ് അൾട്രോണുമായിട്ടാണ് ബാറ്റിൽ ചെയ്യുന്നത് നമ്മൾ. ഓക്കെ, ഇതിൻ്റെ ഇപ്പുറത്ത് അൾട്രോൺ ഉണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. ഓക്കെ, അൾട്രോൺ ഇത് കുറച്ചുകൂടെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ളൊരു അൾട്രോൺ ആണെന്ന് തോന്നുന്നു. ദിസ് ഈസ് ദ ബിഗിനിങ്. നിങ്ങൾക്കിവിടെ കാണാം. ഓൾ റൈറ്റ് നിങ്ങൾക്കത് വായിച്ച് നോക്കിയാൽ മതി, ഞാനത് എടുത്ത് പറയുന്നില്ലെന്ന് ഞാൻ കുറേ പ്രാവശ്യം പറഞ്ഞു. സോ നിങ്ങൾക്കത് വായിച്ച് നോക്കാം. അപ്പോൾ നമ്മളിനി അൾട്രോണുമായിട്ടാണ് ബാറ്റിൽ ചെയ്യാൻ പോകുന്നത്. ബട്ട് മാസ്റ്റർ. ഓക്കെ, ഈ അൾട്രോണെ ആരോ കൺട്രോൾ ചെയ്യുവാണ്, അതുകൊണ്ട് മാസ്റ്റർ എന്ന് ഒരു അൾട്രോൺ പറഞ്ഞു. സോ അൾട്രോണെ ആരോ കൺട്രോൾ ചെയ്യുവാണ്. ചാൻസ് ഓഫ് ഹീ കൺട്രോൾഡ്. അപ്പോൾ ഇനി അൾട്രോണുമായിട്ടാണ്. നിങ്ങൾക്കറിയാം, അൾട്രോൺ ഭയങ്കര സ്ട്രോങ് ആണ്, തോപ്പിക്കാൻ പാടാണ്. ബട്ട് നമ്മുടെ അയൺമാൻ അൾട്രോണേക്കാട്ടിലും ശക്തിശാലിയാണ്, സ്ട്രോങ്ങറാണ്. സോ നമ്മളിനി അൾട്രോണെ തോപ്പിച്ചിട്ട് നമ്മൾ ഡോക്ടറിനെ രക്ഷിക്കാൻ പോവാണ്. അത് കഴിഞ്ഞിട്ട് നമുക്ക് സ്റ്റോപ്പ് ചെയ്യുക. ഇത്രേ ഉള്ളൂ. ഓക്കെ, വേണ്ട, നമ്മുടെ ലെവലപ്പ് ആയിട്ടുണ്ട്. ഇത്രേ ഉള്ളൂ. ഇനി നമുക്ക് ഡോക്ടറിനെ രക്ഷിക്കാൻ പോകണം. നമ്മുടെ ഈ ഒരു മിഷനും കഴിഞ്ഞു. ഫോർ ദ ന്യൂ ഏജ് നത്തിങ് ക്യാൻ സെൻഡ് യു. അപ്പോൾ ആരോ അൾട്രോണിനെ വിട്ടിട്ട് ഒരു മെയിൻ ബോസ് ഉണ്ട്. അപ്പോൾ അവരാണ് നമ്മളിനി കണ്ടുപിടിക്കാൻ പോകേണ്ടത്.
ഇനി അതാരാണെന്ന് നമ്മൾ നോക്കണം. ഓക്കെ, ഇനി നമ്മൾ ഹിയർസ് റിപ്പോർട്ട് ഓഫ് ഡോക്ടർ സിമൺസ്. അപ്പോൾ PhD ഇൻ ക്വാണ്ടം മെക്കാനിക്സ്. അപ്പോൾ നമ്മൾ ഇനി അവരെ തപ്പാൻ വേണ്ടിയാണ് പോകുന്നത്. ഡോക്ടർ സിമൺസ്, ജെമാ സിമൺസ്. സോ ഇനി നമ്മൾ അവരെ തപ്പാൻ പോവാണ്. സൗണ്ട്സ് ഇൻ്റർവ്യൂയിങ്. ക്യാൻ യു എക്സ്പ്ലെയിൻ ഇറ്റ് ഇൻ ഇംഗ്ലീഷ്? ഓക്കെ, അപ്പം മൈ തോട്ട്സ് എക്സാക്ട്ലി. ഇവർ പറയുന്ന പാതി കാര്യങ്ങളും എനിക്ക് മനസ്സിലാവുന്നില്ല. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെങ്കിൽ നിങ്ങളത് വായിച്ച് മനസ്സിലാക്കിയാൽ മതി. എനിക്ക് പാതി കാര്യം മനസ്സിലായിട്ടില്ല, എന്തൊക്കെയാണ് പറയുന്നുണ്ട്. ഓക്കെ, ഇനി നമ്മൾ ഒരു ഡോക്ടറിനെ തപ്പാൻ പോവുമായിരിക്കും. ഡൗൺലോഡിങ് അഡീഷണൽ ഡാറ്റ. ഓക്കെ, നമ്മളിനി അവരെയാണ് വെപ്പൺ ഫെസിലിറ്റി. ഇവിടെ വെപ്പൺ ഫെസിലിറ്റിയുടെ സ്ഥലത്താണ് നമ്മൾ. ഇവിടെ വെപ്പൺ കാണുമോ? ഓക്കെ, ഇവിടെ വേറെ ടൈപ്പ് റോബോട്ട്സാണ്, യെല്ലോ കളറാണ്. അവിടെയൊക്കെ നമ്മുടെ റോബോട്ടിക് ടൈപ്പ് ആയിരുന്നു. ഇവിടെയും റോബോട്ടിക് ടൈപ്പാണ്, പക്ഷെ കളർ എന്തൊക്കെയോ വേറെയാണ്. അതെന്താ അങ്ങനെയെന്ന് അറിയത്തില്ല. അൾട്രോൺ പോയതും കൊണ്ടായിരിക്കാം. ഈ ഫൈറ്റിൻ്റെ ആ ഒരു ക്വാളിറ്റി അതൊക്കെ വേറൊരു സംഭവമാണ്. ആ ഒരു സൗണ്ട് എഫക്റ്റ്, പിന്നെ ഇതിൻ്റെ ആ ഒരു ഗ്രാഫിക്സൊക്കെ കൂട്ടി വായിക്കുമ്പോൾ ഭയങ്കര വേറൊരു ലെവൽ എക്സ്പീരിയൻസ് ആണ്. നിങ്ങൾക്കിത് ഡൗൺലോഡ് ചെയ്യണമെങ്കിൽ ഡൗൺലോഡ് ചെയ്യാൻ പ്ലേ സ്റ്റോറിലുണ്ട്, നിങ്ങൾക്കറിയാം. മാർവൽ ഫ്യൂച്ചർ ഫൈറ്റ്. അപ്പോൾ നമുക്കിനി ഈ ഡോക്ടറിനെയൊക്കെ അവർക്ക് ആവശ്യമുള്ളത് കൊണ്ടായിരിക്കാം സ്റ്റാർക്ക് ഇൻഡസ്ട്രിയിൽ ജോലി ചെയ്യുന്നവരെ കൊണ്ട് പലർക്കും ഉപയോഗം ഉണ്ടായിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് സോ മോഡോക്ക് അതാരാ? റോൾസ് ആർ റിവേഴ്സ്ഡ് മേ ബി, അതെനിക്ക് മനസ്സിലായില്ല. ഓക്കെ, ഇനിയും കുറേ ഫൈറ്റ് ഉണ്ട്. ഇത് ബോറിംഗ് ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് ഓടിച്ചു വിട്ട് ബാക്കി കാണാവുന്നതാണ്. ഇത് കുറച്ച് ബോറിംഗ് ആണ്, എന്നാലും നമുക്കിത് കളിക്കുമ്പോൾ ആ ഒരു ബോറിംഗ് മാറും. നിങ്ങൾക്കിത് ഇവിടെ കാണാം. അപ്പം ആക്ടിവേറ്റ് യൂണിഫോം സ്കിൽ. അപ്പോൾ നമ്മളിനി അങ്ങോട്ട് പോവാണ്. പക്ഷേ ഇത് കുറേ ഉണ്ടല്ലോ. ഡോക്ടർ റൈറ്റേഴ്സ് ഹോട്ട് ടു ഗെറ്റ് എ ലൊക്കേഷൻ. ഇറ്റ്സ് ഡീപ്പ് അണ്ടർഗ്രൗണ്ട്. അപ്പോൾ ഭയങ്കര അടിയിലാണ്, അണ്ടർഗ്രൗണ്ടിലാണ് അവരുടെ ലൊക്കേഷൻ വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മളിനി അടിയിലോട്ട് പോകേണ്ടി വരും. നിങ്ങൾക്ക് ഇവിടെ കാണാം. എക്സലന്റ്, ലെറ്റ്സ് ഗെറ്റ് ഇൻ ദർ. ഓക്കെ, നമുക്കിനി അണ്ടർഗ്രൗണ്ടിലോട്ട് പോകണം. ഇവിടെയും ഫൈറ്റ് ഉണ്ട്. ഫുള്ള് ഫൈറ്റാണ്. നിങ്ങൾക്ക് ബോറിംഗ് ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് സ്കിപ്പ് ചെയ്യാവുന്നതാണ്. ഫുള്ള് ഫൈറ്റാണ്. ഇനി നമ്മൾ അണ്ടർഗ്രൗണ്ടിൽ പോയിട്ട് ആ ഒരു ഡോക്ടറിനെ കിട്ടി നമുക്കിത് സ്റ്റോപ്പ് ചെയ്യാവുന്നതാണ്. അടുത്ത പാർട്ട് ഇതിന് കഴിഞ്ഞ പാർട്ടിന് വ്യൂസ് ഉള്ളത് കൊണ്ടാണ് ഞാൻ നെക്സ്റ്റ് പാർട്ട് ഇറക്കിയത്. സോ ഇതിന് വ്യൂസ് ഇല്ലെങ്കിൽ അടുത്ത പാർട്ട് വരത്തില്ല. സോ വ്യൂസ് ഉണ്ടെങ്കിൽ അടുത്ത പാട്ടും വരും. സോ നിങ്ങൾക്കിവിടെ കാണാം. കുറേ റോബോട്ട് വരുന്നുണ്ട്. കുറേ എന്ന് പറഞ്ഞാൽ ഇഷ്ടം പോലെ. നിങ്ങൾക്ക് ആ ഒരു സൗണ്ട് എഫക്റ്റൊക്കെ കേട്ട അത് കേൾക്കാൻ തന്നെ വേറൊരു രസമാണ്. ഓക്കെ, ഇതൊരു ബോസാണെന്ന് തോന്നുന്നു. ബോസ് ആയിരിക്കത്തില്ല. ഓക്കെ, നമ്മൾ ഫൈറ്റ് ചെയ്യുകയാണ്. ഇതൊക്കെ അയൺമാൻ്റെ നിസ്സാരം. ഒക്കെ കഴിഞ്ഞു. ഓവർ ദ ഡോക്ടർ സിമൺസ്. അതാണ്ട് അവിടെ ഇതാണ് ഡോക്ടർ മിസ്റ്റർ ഷാക്കിസ്ത 2. ഇപ്പം നമുക്ക് ഡോക്ടറിനെ കിട്ടിയിട്ടുണ്ട്, റിസർച്ചർ. നമുക്കിനി ഇവരെ രക്ഷിച്ചിട്ട് നമുക്ക് ഈ ഒരു മിഷനും കൂടെ കംപ്ലീറ്റ് ചെയ്തിട്ട് നമുക്ക് സ്റ്റോപ്പ് ചെയ്യാവുന്നതാണ്. ഓക്കെ, അയൺമാനെ അറിയാമല്ലോ, എല്ലാം നിസ്സാരമായിട്ട് ഫിനിഷ് ചെയ്യും. ഓക്കെ, ഈ മിഷനും കഴിഞ്ഞിട്ടുണ്ട്. ഇതൊരു സിഗ്നേച്ചർ സ്റ്റെപ്പാണെന്ന് തോന്നി ഈ ഗെയിമിനകത്ത്. അയൺമാൻ്റെയും ക്യാപ്റ്റൻ്റെയും വീട്. ഓക്കെ, നമുക്ക് ഒരു കാർഡും കൂടെ കിട്ടിയിട്ടുണ്ട്. സോ എന്താ ഇവിടെ ഇത്രയുള്ള വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തുള്ള ബെൽ ബട്ടൺ ഏൽപ്പിച്ചുള്ളൂ എന്ന് പറയുന്ന ഓപ്ഷൻ വയ്ക്കുക. സോ എന്താ ഇവിടെ ഇത്രയുള്ളൂ. അടുത്ത വീഡിയോ വരും വരെ ബൈ ബൈ. സോ ഈ കോൺവെർസേഷൻ നിങ്ങൾക്ക് കാണാം, ഇല്ലെങ്കിൽ സ്കിപ്പ് ചെയ്യാം. ഓക്കെ.
ഇത് കഴിഞ്ഞിട്ട് വീഡിയോസ് കുറവായിരിക്കും, ബിക്കോസ് എക്സാം വരുവാണ്. സോ വീഡിയോസ് കുറവായിരിക്കും, വീഡിയോ ലൈറ്റായിട്ടായിരിക്കും വരുന്നത്. സോ എല്ലാവരും ക്ഷമയോടെ കാത്തിരിക്കുക. അപ്പോൾ അടുത്ത വീഡിയോ വരും വരെ ബൈ ബൈ. നിങ്ങൾക്ക് ഈ കോൺവെർസേഷൻ വായിക്കാവുന്നതാണ്. ഓക്കെ, ഈ മിഷൻ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അടുത്ത മിഷനാണ് നമുക്ക് അടുത്ത പാർട്ട് ചെയ്യാവുന്നതാണ്. സോ അടുത്ത വീഡിയോ വരും വരെ ബൈ ബൈ.